പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ്. ശാപം അനുഭവിക്കുന്ന നീയാ, പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു. ഗ്രേസ് ടൈം, കൃപയുടെ സമയം എന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ പല ആഴ്ചകളായി, പല മാസങ്ങളായി നമുക്കിങ്ങനെ ഒരുമിച്ച് കാണുവാനും നമ്മുടെ കർത്താവിനെ ഉയർത്തുവാനും ലഭിക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവിൻ്റെ ജീവിതം, യേശുവിലുള്ള ജീവിതം ആസ്വദിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ലോകരാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ ദിവസങ്ങളിൽ വഴിമുക്കിൽ കണ്ടുമുട്ടുന്നവർ വരെ, ബ്രദറെ ഞങ്ങൾക്കറിയാം, ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്, ആ മെസ്സേജ് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെയും ഈ ശുശ്രൂഷയ്ക്ക് മുമ്പോട്ട് പോകുവാൻ വലിയ പ്രചോദനമായിട്ട് അത് മാറുന്നു. നാളിന്നു വരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാനൊരു പ്രധാനപ്പെട്ട ആലോചനയുമായിട്ടാണ് നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നത്. എഫെസ് ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഈ വാക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് എന്റെ കൂടെ ഒന്ന് പറഞ്ഞ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം, പറഞ്ഞ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഈ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കണം. ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ആഗ്രഹമല്ല, സജിത് ബ്രദറിന്റെ വ്യക്തിപരമായ ആഗ്രഹമല്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങൾ അനുഭവിക്കണമെന്നുള്ളത് കർത്താവിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്തൊക്കെ യേശു ചെയ്തെന്നറിയാമോ? ഞാനൊരു 10 കാര്യം പെട്ടെന്ന് പറയും. നിങ്ങൾ ഇത് അനുഭവമാക്കാൻ വേണ്ടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങളൊന്ന് അനുഭവിക്കാൻ വേണ്ടി എന്തെല്ലാം യേശു ചെയ്തെന്നറിയാമോ? 4-ാം വാക്യം ഒന്ന് വായിച്ചേ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒന്നാമത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും നീ ഞാനും അനുഭവിക്കാൻ വേണ്ടി നിന്നെയും എന്നെയും ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അനുഭവിക്കേണ്ടതിന് യേശു എന്ത് ചെയ്യുന്നറിയാമോ? എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം നിങ്ങളുടെ അപ്പൂപ്പന്മാരോ ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. നിങ്ങളൊന്നും ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയതല്ല ഈ തെരഞ്ഞെടുപ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പേ, ആ വാക്ക് നിങ്ങളൊന്ന് കേട്ടെ, ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. He has chosen us in him before the foundation of the world. Before the foundation, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെയും നിന്നെയും യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇന്ന് യാദർച്ഛികമായിട്ടായിരിക്കാം
നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ഇന്നും ഇന്നലെയും തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഇവിടെ ഇരിക്കാൻ വേണ്ടി, ഇന്നിവിടെ ഇരുന്ന് നിങ്ങൾ യേശുവേ എന്ന് വിളിക്കാൻ വേണ്ടി ലോകത്തിന് അടിത്തറയിടുന്നതിന് മുമ്പേ നിങ്ങളെ അവൻ തെരഞ്ഞെടുത്തതാ. ഓ, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്നും ആകസ്മികമായി സംഭവിച്ചതല്ല കുഞ്ഞുങ്ങളെ, ഒന്നും യാദർശികമായി സംഭവിച്ചതല്ല. ഇന്നലത്തെ മഴയത്ത് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പുറത്തു വന്നത്, കഴിഞ്ഞ ആഴ്ചയായിരിക്കാം നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചത്. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകെ നടന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയണമേ. എന്നാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ലോകസ്ഥാപനത്തിന് മുമ്പേ. ഞാൻ ആ വാക്യം കണ്ട് കർത്താവിന്റെ സ്തോത്രം ചെയ്യുകയാ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മെ അവനിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. എങ്ങനെ തെരഞ്ഞെടുത്തു? നമ്മളെ വിശുദ്ധരായി തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിനകത്തുള്ളതാ വിശുദ്ധി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ കണ്ടേ, വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. അവനിൽ ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് എന്നെ അവനിൽ തെരഞ്ഞെടുത്തു. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. അപ്പൊ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി, ആദ്യ പദം നിങ്ങൾ മറക്കരുത്, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞ്, ഈ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കരം കൊടുത്ത് പറഞ്ഞാട്ടെ, ഈ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്ന്, അവൻ നിന്നെ തെരഞ്ഞെടുത്തു. 5-ാം വാക്യം നോക്കിക്കേ. തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ഹല്ലേലൂയ. ഈ അനുഗ്രഹം നീ അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പൈതൃക അനുഗ്രഹം നീ അനുഭവിക്കണമെങ്കിൽ ആ വീട്ടിൽ ജനിച്ചേ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി ആദ്യം നിന്നെ തെരഞ്ഞെടുത്തു. രണ്ടാമത് ആ വീട്ടിൽപ്പെട്ട ഒരാള് നിന്നെ ദത്തെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദത്തെടുപ്പ് എന്ന് കേട്ടാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ദത്തെടുപ്പിന്റെ ഫോർമാലിറ്റി എന്താന്ന് ദത്തെടുത്തവരോട് ചോദിക്കുക. ദത്തെടുക്കാനായിട്ട് ദത്തെടുപ്പ് സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നോക്കിക്കേ. എന്താ ദത്തെടുപ്പിന്റെ ഫോർമാലിറ്റി എന്നറിയാമോ? ദത്തെടുപ്പിന്റെ ഫോർമാലിറ്റി ഇതാണ്. ദത്തെടുക്കാൻ ചെല്ലുന്ന ഉടനെ ദത്തെടുക്കാൻ വന്ന ആളോട് പറയും, അതെ അതെ അതെ, കുഞ്ഞിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ നിബന്ധനകളുണ്ട്. വെറുതെ ഒന്നും കൊച്ചിനെ തന്നുവിടത്തില്ല. ഇന്നു മുതൽ നിങ്ങൾക്കുള്ളതിന്റെ മുഴുവൻ അവകാശി. ഓ, എത്ര പേര് അത് കേൾക്കുന്നുണ്ട്? ഇന്നു മുതൽ നിങ്ങൾക്കുള്ളതിന്റെ മുഴുവൻ